ഒരച്ഛൻ മകളുടെ കൈക്കും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഒരു വനപ്രദേശത്ത്. ആ വനമെന്ന് പറഞ്ഞാൽ ഒരുപാട് ഹിംസ്ര ജന്തുക്കൾ വിഹരിക്കുന്ന ഒരു ഭയങ്കര വനമാണ്. ആ വനപ്രദേശത്ത് മകളോട് കാര്യമൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ അച്ഛൻ പറഞ്ഞു, മക്കളെ നീ ഇവിടെ നിൽക്കുക, അച്ഛൻ ഇപ്പം വരാമെന്നും പറഞ്ഞ് ഒരൊറ്റ പോക്ക്. ഒന്ന് ആലോചിച്ച് നോക്ക്, കടുവയും പുലിയും ഒക്കെ വിഹരിക്കുന്ന ആ വനപ്രദേശത്ത് ആ 13 വയസ്സുള്ള ആ കൊച്ചിനെ വിട്ട് അയാൾ ഒരൊറ്റ പോക്ക് വനത്തിനുള്ളിലേക്ക്. അല്ല, എവിടെയായിരിക്കും പോയത് അല്ലേ? ആ കൊച്ചിനെ എന്തിനായിരിക്കും അവിടെ ഒറ്റയ്ക്ക് നിർത്തിയത്? എന്തായാലും ഒരു സിനിമാ കഥയെപ്പോലും വെല്ലുന്ന ഗംഭീര സംഭവമാണ് ഇന്ന് പറയുന്നത്. നാട്ടുകാരെല്ലാം കൂടി മീനാറിലുള്ള ആ വനപ്രദേശത്ത് ഓടി പോവുകയാണ്. അവരെല്ലാം ആ വാർത്ത കേട്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. പോകുന്ന കൂട്ടത്തിൽ നാട്ടുകാരെല്ലാം പറയുന്നത് എന്ത് ചെയ്യുമെന്ന് പറയുന്നത്, എത്രാമത്തെ സംഭവമാണ് നടന്നിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ഒരു പയ്യൻ, ഒരു പെൺകുട്ടി മരിച്ചു കിടക്കുന്നു പറയുന്നത്, എന്തോ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ശരിയാണ്, ഇവിടെ നാട്ടുകാരെല്ലാം പേടിയോടെയാണ് ജീവിക്കുന്നത്. ഇവിടെ വന്യമൃഗശല്യം, പ്രത്യേകിച്ച് കടുവയുടെ ശല്യം രൂക്ഷമാണ്. പലരും ഈ കടുവയെ കണ്ടിട്ടുണ്ട്, കടുവ മാത്രമല്ല കടുവകളെ കണ്ടിട്ടുണ്ട്. പലരും ഈ കടുവകളെ പേടിച്ചോടിയിട്ടുണ്ട്, ചിലരെ മാന്തി പറിച്ചിട്ടുണ്ട്, ചിലർ ജീവച്ഛവമായിട്ട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ പല രീതിയിലാണ് ഈ കടുവയുടെ ശല്യം. ഇപ്പോൾ അത് സംഭവിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ആളെ കൂടി ഈ കടുവ കൊന്നിട്ടിരിക്കുകയാണ്. നാട്ടുകാരെല്ലാം കൂടി അങ്ങോട്ടേക്ക് ഓടിക്കൂടി. വല്ലാത്തൊരവസ്ഥയാണ് ഇത്. ഗവിയുടെ, അതായത് പത്തനംതിട്ടയിലെ ഗവി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ആൾക്കാരെല്ലാം കൂടി ആ മൃതദേഹം കണ്ടു. ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് ആ ഇങ്ങനെ കിടക്കുന്നത്. പോലീസ് എത്തി ആ മൃതദേഹം വിശദമായിട്ടൊന്ന് പരിശോധിക്കുകയാണ്. ആ മൃതദേഹത്തിന് പ്രത്യേകതയുണ്ട്. ഇതൊരു സ്ത്രീയുടെ മൃതദേഹമാണ്. 10-32 വയസ്സ് തോന്നിക്കുന്ന ഒരു സ്ത്രീയുടെ മൃതദേഹം. ആ മൃതദേഹത്തിൻ്റെ തലഭാഗം ആ ഒരു അരുവിയിലാണ് തലഭാഗം കിടക്കുന്നത്. ബാക്കി ഉടൽഭാഗം മുഴുവൻ കരയിലേക്ക്. എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാനുള്ള, അതായത് ഈ കടുവയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള വെപ്രാളത്തിൽ ഈ വെള്ളത്തിലേക്ക് വീണതായിരിക്കാം. അങ്ങനെ വെള്ളത്തിൽ ശ്വാസം മുട്ടിയിട്ടായിരിക്കും ഈ സ്ത്രീ മരിച്ചിരിക്കുന്നത്. എന്തായാലും ആ കടുവ നന്നായിട്ട് ദേഹം ആസകലം പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. കടിച്ച് ഈ ശരീരം ഭക്ഷിച്ചിട്ടില്ല. അതിനുമ്പോൾ തന്നെ കടുവ ഓടിപ്പോയി. ഈ സ്ത്രീ മരിച്ചും പോയി. എന്തായാലും വിശദമായിട്ട് ആ മൃതദേഹം പരിശോധിച്ചു. ആളെ പിടികിട്ടി. ആരാണെന്നറിയാമോ? മേനക എന്ന് പറയുന്ന 32 വയസ്സുകാരി. ഈ സ്ത്രീയുടെ ജോലി എന്താണെന്നറിയാമോ? മീനാറിലുള്ള ഒരു അംഗൻവാടിയിലെ ഹെൽപ്പറാണ്. ഹെൽപ്പർ എന്ന് പറയാൻ അറിയാമല്ലോ, ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയാണ് ഈ പെൺകുട്ടി. ഭർത്താവുണ്ട് ഗോപി, അയാൾ ഫോറസ്റ്റ് ജോലി ചെയ്യുകയാണ്. ഒരു മകളുണ്ട്. ഇനി ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് അറിയാമോ? ഈ പെൺകുട്ടി വീട്ടിൽ നിന്നും 5 കിലോമീറ്ററോളം ഈ വനത്തിലൂടെ സഞ്ചരിച്ച് വേണം ഈ അംഗൻവാടിയിൽ എത്താൻ. തിരിച്ചും അങ്ങനെ തന്നെയാണ്. പലരും ഈ പെൺകുട്ടി ഉപദേശിച്ചിട്ടുണ്ട്, മക്കളെ പോകരുത്, വനപ്രദേശമല്ലേ, വല്ല മൃഗങ്ങളും കടിച്ചുകൊണ്ട് പോകത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോലും ആ പെൺകുട്ടി ചിരിച്ച് തള്ളിയിട്ടേ ഉള്ളൂ. കാരണം ജനിച്ചതും വളർന്നതൊക്കെ ഈ വനപ്രദേശത്തായതുകൊണ്ട് വന്യമൃഗങ്ങളെ ഒന്നും ആ പെൺകുട്ടിക്ക് പേടിയില്ല. അങ്ങനെ പറയുന്നവരോട് ഈ പെൺകുട്ടി പറയും, ഞാൻ എത്ര കണ്ടിട്ടുണ്ട് ചേച്ചി, കൊള്ളാം, അവർക്കെല്ലാം എന്നെ അറിയാം, എനിക്ക് അവരെ അറിയാം, അവരൊന്നും ചെയ്യത്തില്ല എന്നുള്ള ധൈര്യത്തിലാണ് എന്നും ഇതുവഴി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ വല്ലാത്ത പണിയായിപ്പോയി. എല്ലാവർക്കും സങ്കടമായിപ്പോയി. എല്ലാവരോടും കുശലം പറഞ്ഞും ചിരിച്ചും പോകുന്ന പെൺകുട്ടി ഇപ്പോൾ ഇങ്ങനെ കിടക്കുന്ന കാഴ്ച ഒരാൾക്ക് പോലും സഹിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി. ഗോപി കരയുന്നു, മകള് കരയുന്നു, നാട്ടുകാർ മുഴുവൻ കരയുകയാണ്. പോലീസ് ഇനിയിപ്പോൾ ആ മൃതദേഹം ഇൻക്വസ്റ്റ് തയ്യാറാക്കാനായിട്ട് എടുക്കുകയാണ്. അങ്ങനെ പോലീസ് മാത്രമല്ല, എല്ലാവർക്കും ഒരു കാര്യം ബോധ്യമായി. സാധാരണ കടുവയൊക്കെ അല്ലെങ്കിൽ വന്യമൃഗങ്ങൾക്ക് ഉപദ്രവിക്കുമ്പോൾ നന്നായിട്ട് മാന്തി പറിക്കുമല്ലോ. മാന്തി പറിക്കുന്നത് മാത്രമല്ല, ഇത് ശരീരത്തിൽ വല്ലാത്തൊരു ഒരു പിടിവലി നടന്നതിൻ്റെ പാടുകളാണ് ശരീരത്തിൽ ഉടനീളം കാണുന്നത്. ഒരു വന്യമൃഗത്തിൻ്റെ ഒരു ആക്രമണത്തിൻ്റെ പാടല്ല. അതുമാത്രമല്ല, ഏറ്റവും വലിയ വിചിത്രമായ കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഈ പെൺകുട്ടിക്ക് അടിവസ്ത്രങ്ങളൊന്നുമില്ല. ഈ മേൽഭാഗം മാത്രമേ ഉള്ളൂ വസ്ത്രം, താഴ്ഭാഗത്ത് വസ്ത്രങ്ങളൊന്നുമില്ല. ആ വസ്ത്രങ്ങൾ തിരക്കി നാട്ടുകാർ മുഴുവൻ ആ വനഭാഗത്തൊക്കെ നോക്കിയപ്പോൾ ദൂരെ ഭാഗത്ത് അടിവസ്ത്രങ്ങളെല്ലാം കിടക്കുന്നത്. ഒരു മൃഗത്തിൻ്റെ ആക്രമണമല്ല എന്നുള്ള കാര്യത്തിൽ ഏകദേശം വ്യക്തതയായി. കാരണം മൃഗം ഈ പണി കാണിക്കത്തില്ലല്ലോ, വസ്ത്രം ഊരി എന്തായാലും ഭക്ഷിക്കാനായിട്ട് ശ്രമം നടത്തത്തില്ലല്ലോ. ആ കാര്യത്തിൽ ഏകദേശം ഉറപ്പായി. അതുമാത്രവുമല്ല, ഇതൊരു കൊലപാതകമാണെന്നുള്ള കാര്യത്തിൽ ഒരുപാട് തെളിവുകൾ കൂടി കിട്ടുകയാണ്. എന്താണെന്നറിയാമോ? ഈ പെൺകുട്ടി പോകുന്ന പോക്കിൽ ഫോൺ വിളിച്ചുകൊണ്ട് പോകുന്നത് ഒരു ബന്ധുവിനെയാണ്. അങ്ങനെ പോകുന്ന പോക്കിൽ ഈ പെൺകുട്ടി പെട്ടെന്ന് അയ്യോ അയാൾ വരുന്നെന്നൊക്കെ പറഞ്ഞ് ഒരു വെപ്രാളം കാട്ടുകയാണ്. അതോടെ ആ ഫോൺ കട്ടാവുകയാണ്. അത് അപ്പുറത്ത് തലക്കിലിരിക്കുന്ന അയാൾ കേട്ട് എന്താണ് സംഭവിച്ചതെന്ന് അയാൾക്ക് ഒരു ജിജ്ഞാസയായി. ആ മൊഴിയാണ് ഈ കേസിന് മറ്റൊരു നിർണായകമായിട്ടുള്ളൊരു പിടിവള്ളിയായിട്ട് മാറുന്നത്. അപ്പോൾ ആരെ കണ്ടിട്ടായിരിക്കാം ആ പെൺകുട്ടി ഫോൺ കട്ടാക്കി, അല്ലെങ്കിൽ ഫോൺ തറ വീണിരിക്കുന്നത്. അപ്പോൾ ആരാണ് അയാൾ? അവിടെ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം അതാണ്. ഈ പെൺകുട്ടി ഭയന്ന, അല്ലെങ്കിൽ ഈ പെൺകുട്ടി ആരെയോ ഭയന്നു, അയാളാണ് ഈ മരണത്തിന് ഉത്തരവാദി. പോലീസ് പിന്നെ ജാഗരൂകരായി. എന്താ സംഭവിക്കുക? ആരാണ് അയാൾ? ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയേ പറ്റൂ. ഇവിടെ പരിചയമില്ലാത്ത ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് പിന്നീട് ഉയരുന്ന ഒരു ചോദ്യം. എന്താണെന്നറിയാമോ? ഈ ഭാഗത്ത് അറിയാമല്ലോ, ഗവി പോലെയുള്ള ഭാഗം നല്ല വനപ്രദേശമാണ്. അല്ലെങ്കിൽ പുറമേ നിന്ന് ആൾക്കാർ വളരെ വിരളമായിട്ടേ ഇങ്ങോട്ട് വരത്തുള്ളൂ. അങ്ങനെ ഉള്ളവരെ ഈ നാട്ടിൽ തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ പരിചയമില്ലാത്ത ആരെങ്കിലും കണ്ടോ എന്ന് പോലീസ് ചോദിച്ചു. അങ്ങനെ പലരും പറയുന്നു, ഒരു താടിക്കാരനെ കുറച്ച് ദിവസമായിട്ട് ഈ ഭാഗത്തൊക്കെ കാണുന്നുണ്ട്. അന്ന് ഈ സംഭവം നടക്കുന്ന സമയത്തും ഈ ഭാഗത്ത്
അയാളെ കണ്ടിട്ടുണ്ടെന്നുള്ള ഒരു മൊഴി നിർണായകമായിട്ടുള്ള തുമ്പായിട്ട് മാറി. ആരാണ് ആ താടിക്കാരൻ? അയാളുടെ വേഷങ്ങളെല്ലാം പറഞ്ഞ്. അപ്പോൾ അയാളെ തപ്പി പോലീസ് നേരെ ആ ഗ്രാമം മുഴുവൻ സഞ്ചരിക്കുകയാണ്. ഇതിൻ്റെ കൂടെ നാട്ടുകാരുടെ വായിൽ നിന്നും മറ്റൊരു കാര്യം കൂടി അറിയുകയാണ്. അയാൾ മാത്രമല്ല, അയാളുടെ കൂടെ ഒരു 13-14 വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടി കൂടിയുണ്ട്. ഇവർ രണ്ടുപേരുമാണ് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത് കണ്ടിട്ടുള്ളത്. അങ്ങനെ അവർ താമസിക്കുന്ന സ്ഥലം കൂടി കണ്ടെത്തി. അതാണ് ഏറ്റവും വലിയ വിചിത്രമായ സ്ഥലം. ഒരു 13 വയസ്സുള്ള പെൺകുട്ടിയെയും കൂട്ടിക്കൊണ്ട് ഈ താടിക്കാരൻ താമസിക്കുന്ന ഒരു വനപ്രദേശത്താണ്. അവിടെ ഒരു ചെറിയ ഷെഡൊക്കെ കെട്ടി അങ്ങനൊരു ജീവിതമാണ്. ഒരു ഇത്രയും വന്യമൃഗങ്ങളൊക്കെ വിഹരിക്കുന്ന, കടുവ പോലുമുള്ള ആ ജീവികളൊക്കെ വിഹരിക്കുന്ന ഈ പ്രദേശത്ത് അയാളും ഒരു 13 വയസ്സുള്ള കൊച്ചും ദിവസങ്ങളായിട്ട് അവിടെ താമസിക്കുന്നു പറഞ്ഞപ്പോൾ അപ്പോൾ പോലും ആ നാട്ടുകാർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഇങ്ങനെയൊക്കെ ഒരാൾക്ക് ജീവിക്കാൻ പറ്റുമോ? വീട്ടിൽ പോലും സ്വസ്ഥമായിട്ട് കിടക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ ഈ വനപ്രദേശത്ത് എങ്ങനെ കിടക്കുന്നു എന്നുള്ള ചോദ്യം അപ്പോഴും അവശേഷിക്കുകയാണ്. എന്തായാലും അയാളെ കണ്ടുപിടിച്ചേ പറ്റി. ഇപ്പോൾ അയാളെ ഭാഗത്തൊന്നും കാണാനില്ല. അന്ന് രാവിലെ കണ്ടു എന്ന് പലരും പറയുന്നുണ്ട്. ഇപ്പോൾ പോലീസ് പറയുന്നത് എന്താ അറിയാമോ? ഈ ഭാഗത്തുള്ള വണ്ടികൾ പൂർണ്ണമായിട്ട് നിരീക്ഷിക്കണം. ഈ ഭാഗത്ത് കുറച്ച് ട്രാൻസ്പോർട്ട് ബസ്സുകൾ മാത്രം സർവീസ് നടത്തുന്നുണ്ട്. ആ വണ്ടിയിൽ അയാൾക്ക് രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഈ KSRTC ബസ്സുകൾ മുഴുവൻ പരിശോധിക്കുകയാണ്. അന്ന് രാവിലെ മുതലുള്ള വണ്ടികൾ മുഴുവൻ പരിശോധിക്കുമ്പോൾ വണ്ടിപ്പെരിയാറിലേക്കുള്ള ഒരു യാത്രയിലായിരുന്നു നമ്മുടെ കഥാനായകനായിട്ടുള്ള ഞാൻ ആ കഥാപാത്രത്തെ പരിചയപ്പെടുത്താം. ആ കഥാനായകൻ അങ്ങനെ വണ്ടിപ്പെരിയാറിലേക്ക് പോകുന്ന വഴിയിൽ ഈ ബസ് പോലീസ് തടയുകയാണ്. തടഞ്ഞപ്പോൾ ആ കക്ഷിയെ കിട്ടി, നമ്മുടെ താടിക്കാരൻ മാത്രമല്ല, താടിക്കാരൻ്റെ കൂടെ 13 വയസ്സുള്ള ആ പെൺകുട്ടിയുമുണ്ട് ആ വണ്ടിയിൽ. പോലീസ് രണ്ടുപേരെയും പിടിച്ചിറക്കി. ഇനിയിപ്പോൾ വേറെ സംശയത്തിനൊന്നും ഒരു കാരണമില്ല. കാരണം ഇയാളുടെ ഫോട്ടോ നേരെ ആ സംഭവ സ്ഥലത്തേക്ക് അയച്ചു കൊടുത്ത് അവിടുത്തെ മൂഴിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുത്ത് ഇയാളാണെന്ന് ഉറപ്പുവരുത്തി. എന്തായാലും ഇയാൾ തന്നെയാണ് ആ കുറ്റകൃത്യം ചെയ്തിരിക്കുന്നത്. അയാളെ ഏൽക്കുകയും ചെയ്തു. അതുമാത്രമല്ല, ഇയാളുടെ കുറ്റസമ്മതം അല്ലെങ്കിൽ കുറ്റമൊഴി കേട്ട് പോലീസ് പോലും നടുങ്ങിപ്പോയി. ഒരു വിചിത്രമായ സ്വഭാവമാണ് ഈ കക്ഷിക്കുള്ളത്. കക്ഷി ആരാണെന്നറിയാമോ? വിനോദ് കുമാർ എന്ന് പറയുന്ന 42 വയസ്സുകാരൻ. ഇയാളുടെ വിചിത്രമായ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ വല്ലാത്തൊരു വിചിത്ര സ്വഭാവമാണ്. ഇയാൾ കൂടെ ആ 13 വയസ്സുള്ള അല്ലെങ്കിൽ ആ കുട്ടി എപ്പോഴും കാണും. ഇയാൾ പറയുന്നത് അയാളുടെ മകളാണെന്നാണ്. പക്ഷേ പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് ഇയാളുടെ മകളല്ല. കാരണം എവിടുന്ന് തട്ടിയെടുത്തുകൊണ്ട് വന്നതാണ്. ഇയാളുടെ കൃത്യത്തിന് വേണ്ടിയാണ് ആ കുട്ടി ഇങ്ങനെ കൊണ്ടു കിടക്കുന്നത്. സ്വാഭാവികമായിട്ടും ആരും സംശയിക്കത്തില്ലല്ലോ. നല്ല സ്നേഹസമ്പന്നമായിട്ടൊരു അച്ഛൻ ഒരു കുട്ടിയെ കൊണ്ട് നടക്കുമെന്ന് പറഞ്ഞപ്പോൾ ആരും സംശയിക്കത്തില്ല. പക്ഷേ അയാൾ എന്തിനാ ഈ ഒരു കാര്യത്തിന് വേണ്ടി, ഈ ഒരു കൃത്യത്തിന് വേണ്ടി നടക്കുന്നറിയാമോ? അയാളുടെ ഈ സ്വഭാവം മറ്റുള്ളവർ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി. ഇയാളുടെ പ്രത്യേകതരം സ്വഭാവമുണ്ട്. ആ സ്വഭാവം നമ്മുടെ ഗോവിന്ദച്ചാമിയെ പോലെയുള്ള സ്വഭാവമാണ്. സ്ത്രീകളെ കണ്ടാൽ പിന്നെ ഇയാളുടെ അടിമുടി വിറയ്ക്കും. ഒരു ഞരമ്പ് രോഗിയാണ്. സ്ത്രീകൾക്ക് ഇയാളെ പേടിയുമാണ്. കാരണം അമ്മാതിരി പണിയാണ് നമ്മുടെ വിനോദ് കുമാർ ഒപ്പിക്കുന്നത്. സ്ത്രീകൾ ഇയാളെ ഓടിച്ചിട്ട് പീഡിപ്പിക്കും, ഉപദ്രവിക്കും. പല സ്ത്രീകളും ഈ മാനഹാനിയും അല്ലെങ്കിൽ വീട്ടുകാരെയൊക്കെ ഓർത്ത് ഇതൊന്നും പുറത്ത് പറയത്തില്ല. അത് ഇയാൾക്കൊരു ആയുധമായിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കും. പല സ്ഥലങ്ങളിലും പല ജോലിയിലാണ് ഇയാൾ ഏർപ്പെടുന്നത്. പക്ഷേ ഒരിക്കലും ഇയാൾ പോലീസിന് പിടിയില്ലായിരുന്നു. ഒരു സ്ത്രീയെ ഇയാൾ മൃഗീയമായിട്ട് ഉപദ്രവിച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചു. അങ്ങനെ മൃതപ്രായമായ സ്ത്രീ രക്ഷപ്പെട്ടു. പക്ഷേ അയാൾ അതിന് ജയിലിലായി. അങ്ങനെ ജയിൽവാസം എല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇയാൾ ഗവിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി പുതിയ ഇരയെ തപ്പണം. പറ്റിയൊരു സ്ഥലമാണ് ഇവിടെ ഗവി. അയാൾ പുതിയൊരു ജോലിയും കണ്ടുപിടിച്ചു. ആ ജോലി എന്താണെന്ന് അറിയാമോ? വനഭൂപങ്ങൾ ശേഖരിക്കുന്ന അല്ലെങ്കിൽ വനത്തിൽ നിന്നുള്ള സാധനങ്ങൾ വിൽക്കുന്ന ഒരു ജോലിയാണ് ഇപ്പോൾ അയാൾ സ്വീകരിച്ചിരിക്കുന്നത്. പറ്റിയൊരു സ്ഥലവും കണ്ടെത്തി. ഒരു വനപ്രദേശത്ത് ഷെഡൊക്കെ അടിച്ച് അവിടെ താമസിക്കുകയാണ്. കൂടെ ആ 13 വയസ്സുള്ള പെൺകുട്ടിയുമുണ്ട്. ഒരാൾ സംശയിക്കത്തില്ല. അച്ഛനും മോളും എന്ന രീതിയിൽ തന്നെയാണ് എല്ലാവരും കാണുന്നത്. പക്ഷേ അയാളുടെ കണ്ണുകൾ മുഴുവൻ രാവിലെ കുടുംബം പോറ്റാൻ വേണ്ടി 5 കിലോമീറ്ററോളം നടന്നു പോകുന്ന ആ സ്ത്രീയിലായിരുന്നു. മേനക എന്ന് പറയുന്ന 32കാരിയിലായിരുന്നു. ഒരുപാട് തവണ ഇയാളുടെ ഇങ്ങിത് ആ പെൺകുട്ടിയോട് പറഞ്ഞു. ഇയാളെ കാണുമ്പോൾ തന്നെ പേടിയല്ല. ആ രൂപം തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. താടിമുടിയൊക്കെ വളർത്തി ഒരു വൃത്തികെട്ട ഒരു രൂപം തന്നെ. ആ പെൺകുട്ടി ജീവനും കൊണ്ട് ഓടും. പലപ്പോഴും ഈ പെൺകുട്ടി ഇയാളെ കാണുന്നത് തന്നെ പേടിയാണ്. അത് ശരിക്കും പറഞ്ഞാൽ അതുവഴി പോകുന്ന കടുവയെ പോലും ആ പെൺകുട്ടിക്ക് പേടിയില്ല. പക്ഷേ വിനോദ് കുമാർ എന്ന് പറയുന്ന ഈ വൃത്തികെട്ടവനെ ആ പെൺകുട്ടിക്ക് പേടിയാണ്. പക്ഷേ വിനോദ് കുമാർ വിടുന്ന ഒരു ലക്ഷണം പോലും ഇല്ല. ഒരുപക്ഷെ ഈ പെൺകുട്ടി സ്വന്തം ഭർത്താവിനോടോ നാട്ടുകാരോടോ വേണമെങ്കിൽ പറയാമായിരുന്നു. ഇതിൽ നിന്ന് ആ പെൺകുട്ടി ഒരുപക്ഷെ പിന്തിരിപ്പിച്ചത് ഇതൊക്കെ പറഞ്ഞാൽ ഒരുപക്ഷെ വീട്ടുകാർ വിടത്തിലായിരിക്കും. അതുപോലെ ആ ജോലി പോകും. അവൾക്ക് അത്രയ്ക്കും വലുതാണ് ആ ജോലി. അതുകൊണ്ടായിരിക്കാം ഇതൊക്കെ ആരോടും പറയാതിരുന്നത്. പതിവ് പോലെ നമ്മുടെ മേനക ഭർത്താവിനോടും കുഞ്ഞിനോടൊക്കെ ടാറ്റ പറഞ്ഞ് ജോലിക്ക് വേണ്ടി ഇറങ്ങുകയാണ്. ഇനി 5 കിലോമീറ്ററോളം ആ വനത്തിനുള്ളിലൂടെ സഞ്ചരിക്കണം. അങ്ങനെ സഞ്ചരിച്ച് ഒരാളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. അവിടെ എന്താ കാണുന്ന കാഴ്ച അറിയാമോ? നമ്മുടെ ആ വില്ലൻ വിനോദ് കുമാർ, താടിയൊക്കെ വളർത്തി ആ വിനോദ് കുമാർ കൊച്ചിൻ്റെ കൈയും പിടിച്ചുകൊണ്ട് ആ റോഡ് സൈഡിൽ നിൽക്കുകയാണ്. ഇത് കണ്ട പാടെ നമ്മുടെ മേനക ആകെ പേടിച്ചു പോയി. കാരണം അവൻ്റെ കണ്ണുകൾ അത്രത്തോളം തീക്ഷ്ണത ഉണ്ടായിരുന്നു. എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെയുള്ള ലക്ഷണമായിരുന്നു അവൻ്റെ മുഖത്ത് ആ സ്ത്രീക്ക് വായിക്കാൻ കഴിഞ്ഞത്. അവൾ വളരെ വേഗം മുന്നോട്ട് നടന്നു. അവൻ തൊട്ട് പുറകെ തന്നെ ഉണ്ട്. അവൻ ചെയ്ത പണിയെന്നറിയാമോ? ആ കൊച്ചിനെ ആ വനത്തിന് അവിടെ നിർത്തുകയാണ്.
തുടങ്ങി വന്യമൃഗങ്ങളൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് ആ പെൺകുട്ടി അവിടെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് ഇവൻ ഈ സ്ത്രീയുടെ പുറകെ വെച്ചടിക്കുകയാണ്. ഇവിടെ ഈ പെൺകുട്ടി ഒരു ബുദ്ധി കാണിച്ച് സ്വാഭാവികമായിട്ട് ഒരു പേടി വന്നപ്പോൾ അവൾ ആരെയോ വിളിക്കാൻ ശ്രമിച്ചു. അത് ബന്ധുവിനെ വിളിക്കുമായിരുന്നു. അങ്ങനെയെങ്കിലും മറ്റവൻ പോകുന്നുള്ള ലക്ഷണത്തിലായിരുന്നു ആ പെൺകുട്ടി വിളിച്ചത്. അങ്ങനെ വിളിക്കുന്നു, ഇവൻ പുറകെ ചെല്ലുന്നു, ആ ഫോൺ തട്ടിപ്പറിക്കുന്നു, ഫോൺ അവിടെ നിന്ന് വീഴുന്നു. എന്നിട്ട് ഈ മൃഗം ചെയ്ത പണിയെന്നറിയാമോ? കുടുംബം പോറ്റാൻ വേണ്ടി ഇറങ്ങി തിരിച്ച് ആ പെൺകുട്ടിയെ വലിച്ചിഴിച്ചുകൊണ്ട് ആ കാട്ടിനുള്ളിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ അരുവിയുടെ ആ സൈഡിലെത്തി ആ പെൺകുട്ടിയെ മൃഗീയമായിട്ട്, നമ്മുടെ ഗോവിന്ദച്ചാമിയെക്കാട്ടിലും മൃഗീയമായിട്ട്, അതിമൃഗീയമായിട്ട് ആ പെൺകുട്ടിയെ പീഡിപ്പിക്കുകയാണ്. അതിനുശേഷം ആ അരുവിയിലെ വെള്ളത്തിൽ തല മുക്കി കൊല്ലുകയാണ്. പെൺകുട്ടി മരിച്ചു എന്ന് ഉറപ്പാക്കിയതിന് ശേഷം ഒന്നും അറിയാത്തവനെ പോലെ തൻ്റെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം തൻ്റെ ആ 13 വയസ്സ് ഉള്ള ആ പെൺകുട്ടി അരികിലേക്ക് വരികയാണ്. അപ്പോൾ ദൂരെ നിന്നും ആ ബസ് വരുന്നു, KSRTC വരുന്നു. ആ ബസ്സിലേക്ക് ഒന്നും അറിയാത്തവനെ പോലെ, എന്നാൽ എല്ലാം അറിഞ്ഞവനെ പോലെ ആ കൊച്ചിൻ്റെ കൈയും പിടിച്ചുകൊണ്ട് കയറുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു സിനിമാ കഥയെ പോലും വെല്ലുന്ന രംഗമല്ലേ ഇത് കാണാൻ പറ്റുന്നത്, അല്ലേ? പല സിനിമകളും നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിർമ്മിക്കാൻ പറ്റും. അങ്ങനെ ആ പെൺകുട്ടിയെ അടുത്തിരുത്തിക്കൊണ്ട് അയാൾ നേരെ വണ്ടിപ്പെരിയാർ ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുന്നു. അപ്പോഴത്തേക്ക് ഇവിടെ കാര്യങ്ങളെല്ലാം മംഗളമായി. ഇവനെ പിടികൂടാനുള്ള എല്ലാ വലകളും പോലീസ് ഒരുക്കി കഴിഞ്ഞു. അങ്ങനെ വണ്ടിപ്പെരിയാറിലേക്ക് പോകുന്ന ആ യാത്രയിൽ വെച്ച് ഇവനെ പിടികൂടുന്നു, ഇവൻ കുറ്റമേൽക്കുന്നു. ഭയങ്കര കഥയല്ലേ? ഒന്ന് ചിന്തിച്ചു പോകുമല്ലോ. ഒരു നിസ്സാര കാര്യത്തിന് വേണ്ടി ഒരു 13 വയസ്സുള്ള പെൺകുട്ടിയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ ക്രൂരകൃത്യം ചെയ്യുന്നവന് എന്തോ പറയേണ്ടത്. ഇവിടെ ആ പെൺകുട്ടി കാണിച്ചൊരു മിടുക്കുണ്ട് കേട്ടോ. നമ്മുടെ മേനക എന്ന് പറയുന്ന പെൺകുട്ടി പല പെൺകുട്ടികളും ചെയ്യാൻ മടിക്കുന്നൊരു കാര്യമാണ് അവിടെ ചെയ്തിരിക്കുന്നത്. ആ ഫോൺ വിളിക്കാൻ കാണിച്ച ആ ധൈര്യം, അതുകൊണ്ട് മാത്രമാണ് ഇവൻ ഇത്ര പെട്ടെന്ന് പിടികൂടാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ ഏതെങ്കിലും വന്യമൃഗങ്ങളെ ആക്രമിച്ചതാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടത്തിൽപ്പെട്ട് മരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരുപക്ഷെ ആ കേസ് തള്ളിപ്പോകാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. ഈ ഗവി പോലെയുള്ള വനപ്രദേശം ആയതുകൊണ്ട് ഇതിൻ്റെ പിറകിൽ നിന്ന് പോകാൻ ആർക്കത്ര ഇത് കാണത്തുമില്ലെന്ന് കൂട്ടിക്കോ. പക്ഷേ ആ പെൺകുട്ടിയുടെ ആ ഫോണിൻ്റെ ആ ഒരു മിടുക്ക്, ആ ഫോൺ വിളിക്കാൻ കാണിച്ച മിടുക്കാണ് ഈ കേസിന് തുമ്പായിട്ട് മാറിയത്. പക്ഷേ ആ നാട്ടുകാരുടെ ഭയം ഇവിടം കൊണ്ടും തീരുന്നില്ല. ഇവൻ ഒരു ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ അടുത്ത പണി ഒപ്പിച്ചിരിക്കുന്നു. ഇനി അവൻ വീണ്ടും ഇറങ്ങും. ആരുടെ കൈയും പിടിച്ചുകൊണ്ട്? ഒരു 13 വയസ്സുള്ള പെൺകുട്ടിയുടെ കൈയും പിടിച്ചുകൊണ്ട് അവൻ വീണ്ടും ഇറങ്ങും എന്നുള്ള ഭയത്തിലാണ് ആ നാട് മുഴുവൻ. എന്തായാലും പെൺകുട്ടികൾ വളരെ ജാഗ്രത പാലിക്കേണ്ട കാലഘട്ടത്തിലാണ്. ഒറ്റയ്ക്ക് സഞ്ചരിക്കുമ്പോൾ വളരെയധികം കരുതലെടുത്തേ പറ്റൂ, അല്ലേ? ഗോവിന്ദചാമിയെ പോലെയുള്ള ക്രിമിനലുകൾ ഇപ്പോഴും പുറത്തുണ്ട്. അതുകൊണ്ട് ഒറ്റയ്ക്ക് സഞ്ചരിക്കുമ്പോൾ ഒരു ഫോണൊക്കെ ചുമ്മാ വിളിച്ചു നടന്നോ, എന്തോ ഉണ്ടെന്നൊക്കെ ഉറക്കെ വിളിച്ച് നടന്നോ, അത് പുറകിൽ വരുന്നവന് ഒരു പേടിയായിരിക്കും. അല്ലെങ്കിൽ പെപ്പർ സ്പ്രേ പോലെയുള്ള സാധനങ്ങൾ കരുതിക്കോ, ഒന്ന് കീച്ചിക്കോ, ഒരു കുഴപ്പമില്ല. എന്തായാലും സ്വയരക്ഷ നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. വളരെ ജാഗ്രത പാലിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.